ഹലോ ആൻഡ് വെൽക്കം ടു പ്രിയാമ്പിൾ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏരിയയിലെ പ്രീവിയസ് ഇയറിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും പ്ലസ് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പം PYQസിനോടൊപ്പം സാമ്പിൾ ക്വസ്റ്റ്യൻസ് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആദ്യമായിട്ടാണ് കേരള PSC ഒരു എക്സാം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന് മുമ്പ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ള ടോപ്പിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കേരള സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതായത് ഇപ്പം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെ പറ്റിയിട്ട്, സ്റ്റേറ്റ് നോട്ടിഫൈഡ് ആയിട്ടുള്ള ഡിസാസ്റ്ററുകളെ പറ്റിയിട്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി, അതിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സിലബസ് മൊത്തത്തിൽ കവർ ചെയ്യുക എന്നുള്ളത്, സിലബസിൻ്റെ പരമാവധി ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നതുകൊണ്ട് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഓരോരോ ചോദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റീസെൻ്റ്ലി കേരള ഡിക്ലെയർഡ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആസ് എ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? അതായത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് കേരളം ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ഡൗൺ ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുക. ഇവിടെ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, കോസ്റ്റൽ ഇറോഷൻ ഈസ് എ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ഇൻ കേരള. കേരളത്തിലെ കോസ്റ്റൽ ഇറോഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആണ് എന്നാണ് പറയുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കോസ്റ്റൽ ഇറോഷൻ ഉണ്ട്, അതേപോലെ എന്താണ് ഹൈ വിൻഡുകൾ, എക്സ്ട്രീം വിൻഡുകൾ എന്ന് പറയുന്നത് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ലൈറ്റ്നിങ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹീറ്റ് ബേൺ, സൺബേൺ അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് എന്നൊക്കെ പറയുന്നത് അത് ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് 2024 സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് കേരളത്തിൻ്റെ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റേഴ്സ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, അബൌട്ട് 40% ഓഫ് ദ ഫണ്ട്സ് അവൈലബിൾ അണ്ടർ ദ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് ഇമ്മീഡിയറ്റ് റിലീഫ് ടു വിക്ടിംസ്. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള താഴെ പറയുന്ന ചോദ്യങ്ങളെന്നാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളെന്നാണ്. അപ്പോൾ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഡിസാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് 40% ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതാണ്. ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും കൂടിയിട്ടുള്ള ഒരു എമൗണ്ടാണ് അതിലേക്ക് വരുന്നത്, ഫണ്ടിനകത്ത് വരുന്നത്. അത് 75:25 എന്നാണ് ആ ഫണ്ടിൻ്റെ റേഷ്യോ. അത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഹിമാലയൻ സ്റ്റേറ്റിലാണെങ്കിൽ 90:10 എന്നുള്ളൊരു രീതിയിലോട്ട് പോകും. അപ്പം ഈ പറയുന്ന ഈ ഫണ്ടിൻ്റെ 10% ആണ് സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്ററാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് റിലീഫിനായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഫണ്ട് ആക്ച്വലി കൃത്യമായിട്ട് ഏതൊക്കെ ഡിസാസ്റ്ററിനാണെന്നുള്ളത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റേഴ്സാണ്. അപ്പോൾ അതല്ലാതെയുള്ള സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്ററുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് 10% മാത്രമേ ഇതിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതാണെന്ന് പറയുന്നത് ഇവിടുത്തെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് എന്താണ്, റോങ് ആണ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ക്യാൻ ടേക്ക് ആക്ഷൻസ് ഓവർ റൈഡിങ് അതർ നോംസ് ഇൻക്ലൂഡിംഗ് ദോസ് അണ്ടർ ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. സെക്ഷൻ 72 ഓഫ് ദി ആക്ട് ക്ലിയർലി മെൻഷൻസ് ദാറ്റ് ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, അതിനായിരിക്കും ഓവർ റൈഡിങ് പവർ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ബോഡിയാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. അപ്പോൾ ആ സമയത്ത് എന്താണ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനായിരിക്കത്തില്ല എന്തെന്ന് പറയുന്നത് സുപ്പീരിയോറിറ്റി വരുന്നത്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിനായിരിക്കും സുപ്പീരിയോറിറ്റി വരുന്നത്. ഇൻ കേസ് ഓഫ് എ പർട്ടിക്കുലർ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ മാത്രമാണ് അത് വരുന്നത്. അതുകൊണ്ട് എന്താണ്, ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ക്യാൻ ടേക്ക് ഓവർ റൈഡിങ് ആക്ഷൻസ്. ഓക്കെ, സോ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 3യും ശരിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ബോത്ത് 1 and 3. അതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹസാർഡ്സ് കം അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സ് അക്കോർഡിംഗ് ടു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി 2010. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ ഡിസാസ്റ്റർ എന്ന് പറയുന്നതിനകത്ത് ആദ്യം കൊടുത്തിട്ടുള്ളത് ഹൈഡ്രോ മീറ്റിയോറോളജിക്കൽ ഡിസാസ്റ്റർ ആണ്. സോ വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി 1ൻ്റെ അണ്ടറിൽ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കാറ്റഗറീസ് ഒക്കെ ഒന്ന് നോക്കിക്കോളുക കേട്ടോ, ഏതൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ഡൗൺ ചെയ്തൊന്ന് നോക്കിക്കോളുക. ഇവിടെ ഏതൊക്കെ കാറ്റഗറി ആണെന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഹൈഡ്രോ മീറ്റിയോറോളജിക്കൽ ഡിസാസ്റ്റർ അതിൻ്റെ അണ്ടറിൽ പെടുന്നുണ്ട്. ദെൻ ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റർ അതിൻ്റെ അണ്ടറിൽ പെടുന്നതാണ്. ബയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്ററും അതിൻ്റെ അണ്ടറിൽ പെടുന്നതാണ്. മാൻമെയ്ഡ് ഡിസാസ്റ്ററും പെടുന്നതാണ്. പിന്നെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ടോട്ടൽ 5 കാറ്റഗറിയാണ് വരുന്നത്. അപ്പം പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ കെമിക്കൽ, ഇൻഡസ്ട്രിയൽ, ന്യൂക്ലിയർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്.
അപ്പോൾ അതുകൂടി ചേർത്ത് 5 കാറ്റഗറിയാണ് വരുന്നത്. സോ ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളും തന്നിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. സോ ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. അപ്പോൾ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പഠിക്കാനുണ്ട്. ആ ആക്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നാഷണൽ ലെവലിൽ അതോറിറ്റി, അതിൻ്റെ ഒരു കോമ്പോസിഷൻ പഠിക്കണം. സ്റ്റേറ്റ് ലെവലിലുള്ള അതോറിറ്റി, ഡിസ്ട്രിക്ട് ലെവലിലുള്ള അതോറിറ്റി, പിന്നെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടും അതിൻ്റെ കോമ്പോസിഷനും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് നോക്കി വെച്ചോളുക. ദെൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ കോമ്പോസിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ് ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓട്ടോണമസ് ബോഡി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതേപോലെ തന്നെ എന്താണ് നോൺ ഓട്ടോണമസ് ബോഡി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ എന്താണ് മിനിസ്ട്രി ലെവലിൽ ഇതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. അപ്പോൾ ഇതൊരു ഓട്ടോണമസ് ബോഡി അല്ല ഇത് വരുന്നത്. ഇതെന്ന് പറയുന്നതാണ് ഒരു നോൺ ഓട്ടോണമസ് ആയിട്ടുള്ള ബോഡിയാണ്. ഓക്കെ, അപ്പോൾ മിനിസ്ട്രി ലെവലിലൊക്കെ ഇൻവോൾവ്മെൻറ്റ് വരുന്നതുകൊണ്ട്. സോ ഗവർണർ ഈസ് ദ ചെയർമാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരാണ്? ചീഫ് മിനിസ്റ്ററാണ്. ചീഫ് മിനിസ്റ്റർ. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇത് തെറ്റാണ്. നെക്സ്റ്റ്, ചീഫ് മിനിസ്റ്റർ ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അപ്പം കോമ്പോസിഷൻ്റെ ഭാഗമായിട്ട് ആക്ടിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് CEO ആവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറിയാണ് ആരെന്ന് പറയുന്നത് അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. സോ ചീഫ് സെക്രട്ടറി ആരായിട്ട് മാറും? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആയിട്ട് മാറും. അപ്പോൾ ആക്ടിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആണ് ഇവിടുത്തെ CEO എന്ന് പറയുന്നത്. അതാരാണ്? അതെന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്. അതും ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചീഫ് മിനിസ്റ്റർ അല്ല ഇവിടെ വരുന്നത്. പിന്നെ ആരാണ്? സെക്രട്ടറിയാണ്, ചീഫ് സെക്രട്ടറിയാണ് ഇവിടെ വരുന്നത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? തെറ്റാണ്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ റോങ്. സോ ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് ഈസ് ദ മോട്ടോ ഓഫ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. അത് ശരിയാണ്. ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നുള്ളതാണ് മോട്ടോ. സോ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളൊരു കാര്യം? ഇത് തെറ്റാണ്, ഇത് ശരിയാണ്, ഇതും തെറ്റാണ്. സോ 1 and 4 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ 1 and 4 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ കേരള വിച്ച് among the following sequence is suggested for action ആസ് പെർ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്. അതായത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയിൽ നമുക്ക് എന്താണ് നമ്മളുടെ ഒരു ആക്ഷൻ. ഇപ്പം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളൊക്കെ നമ്മൾ പഠിക്കുമ്പം അവിടെ നമ്മൾ മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്, റെസ്പോൺസ്, റിക്കവറി എന്നൊക്കെ തുടങ്ങിയിട്ടാണ് പഠിച്ചു പോകുന്നത്. പക്ഷേ നമ്മുടെ പോളിസിക്കകത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു സീക്വൻസ് മെൻഷൻ ചെയ്തിട്ടുള്ളത് പ്രിപ്പയർനെസ്സിൽ നിന്നാണ്. പ്രിപ്പയർനെസ്, റെസ്പോൺസ്, റിക്കവറി, മിറ്റിഗേഷൻ എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ പഠിക്കുമ്പം നമ്മൾ പഠിക്കുന്നത് എന്താണ് മിറ്റിഗേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മിറ്റിഗേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും എന്താണ് അങ്ങനെ ആയിരിക്കും അതിൻ്റെ ഓർഡർ എന്ന് വിചാരിക്കും. പക്ഷേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രിപ്പയർനെസ്, റെസ്പോൺസ്, റിക്കവറി, മിറ്റിഗേഷൻ എന്ന ഓർഡറിലാണത് പോകുന്നത് എന്നുള്ളത്. സോ ഓപ്ഷൻ എ ആണിതെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മോട്ടോ ഓഫ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സിമ്പിൾ അല്ല, നേരത്തെ നോക്കിയതാണ്. നെക്സ്റ്റ്, വിച്ച് among the following is true about the കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി KSDMA. ഇപ്പോൾ KSDMAയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. KSDMA ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓട്ടോണമസ് ബോഡി. ഓട്ടോണമസ് അല്ലല്ലോ, നോൺ ഓട്ടോണമസ് ബോഡി അല്ലേ വരുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ദെൻ ചീഫ് മിനിസ്റ്റർ ഈസ് ദ ചെയർമാൻ ഓഫ് KSDMA. അത് ശരിയാണ്. ദ ചീഫ് സെക്രട്ടറി ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നമ്മൾ കണ്ടായിരുന്നു, അതും ശരിയാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ KSDMA. ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. KSDMAയുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്, റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നത്. സോ അതും എന്താണ്? ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. സോ 2, 3 and 4 ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. 2, 3 and 4 ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഹു ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി? ആരായിരുന്നു? ചീഫ് സെക്രട്ടറി. നമ്മൾ കണ്ടതാണ്. ചീഫ് സെക്രട്ടറി ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CEO ഓഫ് ദ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. നെക്സ്റ്റ്, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ശരിയാണ്. നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? അല്ല. ഓട്ടോണമസ് ബോഡിയാണോ? അല്ല. എ സ്റ്റാറ്റ്യൂട്ടറി നോൺ ഓട്ടോണമസ് ബോഡി. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം.
അപ്പം ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ഡി ആണ് എന്തെന്ന് പറയുന്നത്. അത് ശരിയാണ്, പക്ഷേ എന്താണ് എ സ്റ്റാറ്റ്യൂട്ടറി നോൺ ഓട്ടോണമസ് ബോഡി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള കൂടുതൽ ശരിയായിട്ട് വരുന്ന ഉത്തരവെന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി? കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റായിട്ടുള്ളത്, നോട്ട് കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ആൻ ഓട്ടോണമസ് ബോഡി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്, അത് ശരിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അത് ശരിയാണ്. ചെയർഡ് ബൈ ചീഫ് മിനിസ്റ്റർ, അതും ശരിയാണ്. അപ്പം നോട്ട് കറക്റ്റ് എന്ന് പറയുമ്പം ഓപ്ഷൻ എ, ഇതാണ് നമ്മളുടെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഇതാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി? അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആ സ്റ്റേറ്റിൻ്റെ ഒരു ഡൊമൈനിലുള്ള കാര്യങ്ങളാണ് PYQs ആയിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും സെയിം ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതേ സംഗതി തന്നെ എന്താണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിലേക്കും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ ഈ ഒരു സെയിം പാറ്റേണിൽ ആ ഒരു ഭാഗം കൂടി പഠിച്ചു വെച്ചിരിക്കുക എന്നുള്ളതാണ്. സോ ചീഫ് മിനിസ്റ്റർ ഈസ് ദ ചെയർമാൻ, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ദെൻ KSDM ഈസ് ആൻ ഓട്ടോണമസ് ബോഡി വിത്ത് നോൺ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ്, അങ്ങനെയല്ല, നോൺ ഓട്ടോണമസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അതെന്ന് പറയുന്നത് തെറ്റാണ്. KSDA ഹാസ് 10 members. അപ്പോൾ കോമ്പോസിഷൻ പഠിക്കുന്നിടത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയർപേഴ്സൺ ആൻഡ് നോട്ട് മോർ ദാൻ 9 members എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ടോട്ടൽ എന്താണ് 10 members ആയിരിക്കും വരുന്നത്. സോ ചെയർപേഴ്സണും കൂടെ ചേർത്തുകൊണ്ട് 10 പേരടങ്ങുന്ന ഒരു മെമ്പറാണ് എന്തെന്ന് പറയുന്നത് KSDMA എന്ന് പറയുന്നത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. So 1 and 3 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി 1 and 3 ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ക്വസ്റ്റ്യൻ 10ൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 and 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following comes under category 2 of geologically related disasters under disaster management policy government of Kerala? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയുടെ അണ്ടറിൽ 5 കാറ്റഗറി ആയിട്ട് പറയുന്നുണ്ട്. അതിലെ കാറ്റഗറി 2 ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്ററുകളിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എർത്ത് ക്വേക്ക് വരുന്നുണ്ട്, ലാൻഡ് സ്ലൈഡ് വരുന്നുണ്ട്, ദെൻ എന്താണ് സുനാമി എന്ന് പറയുന്നത്. ഇപ്പം ഹൈഡ്രോ മീറ്റിയോറോളജിക്കൽ അല്ലെങ്കിൽ വാട്ടർ റിലേറ്റഡ് ആണെന്ന് വിചാരിക്കരുത് സുനാമി എന്ന് പറയുന്നത്. സുനാമിയുടെ ഒക്കറൻസ് എന്ന് പറയുന്നത് എന്താണ് എർത്ത് ക്വേക്കും അതിനെ തുടർന്നുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. അപ്പം അങ്ങനത്തെ ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്നുണ്ടാകുന്ന വേവ്സ് ആണ് സുനാമിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അത് കടലിൽ സംഭവിക്കുമ്പം അത് സുനാമി എന്നുള്ളൊരു രീതിയിൽ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഗതിയും എന്താണ് ജിയോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസാസ്റ്ററാണ്. സോ സുനാമി അതിനകത്ത് വരും. ഓക്കെ, കാറ്റഗറി 2ൻ്റെ അണ്ടറിൽ ജിയോളജിക്കലി ഡിസാസ്റ്ററിൻ്റെ അണ്ടറിൽ വരും. ഓക്കെ, നമ്മൾ അതേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓഫ് കോഴ്സ് എന്താണ് സുനാമിയാണ്. പിന്നെ ഫ്ലഡ് എന്ന് പറയുന്നതും ലൈറ്റ്നിങ് എന്ന് പറയുന്നതും സൈക്ലോൺ എന്നും പറയുന്നത് എന്താണ് അതിൻ്റെ അണ്ടറിൽ പെടത്തില്ല. അത് ഹൈഡ്രോ മീറ്റിയോറോളജിക്കൽ ഡിസാസ്റ്റേഴ്സിൻ്റെ അണ്ടറിലാണ് ഫ്ലഡ് ഡ്രോട്ട് വരുന്നുണ്ട്, ലൈറ്റ്നിങ്ങും സൈക്ലോണും വരുന്നുണ്ട്, കോസ്റ്റൽ ഇറോഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ സുനാമിയാണ്, ഓപ്ഷൻ എ സുനാമിയാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് വിച്ച് among the following does not comes under category 1? ഹൈഡ്രോ മീറ്റിയോറോളജിക്കൽ, അതായത് വാട്ടർ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലഡ് എന്ന് പറയുന്നത് അത് തന്നെയാണ്, ലൈറ്റ്നിങ് എന്ന് പറയുന്നത് അത് തന്നെയാണ്, സൈക്ലോൺ എന്ന് പറയുന്നത് തന്നെയാണ്, സുനാമി നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലേ. ഇതെന്ന് പറയുന്നത് ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്ററിൻ്റെ അണ്ടറിലാണ് സുനാമി വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇപ്പോൾ രണ്ടും ഈ സുനാമിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള രണ്ടും തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറിയും സെക്കൻഡ് കാറ്റഗറിയും വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റ് കാറ്റഗറിയിലും ഉൾപ്പെടുന്നത് ഇതേപോലെ വരാം. അപ്പോൾ ഇവിടെ സുനാമി പിക്ക് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്, ഹൈഡ്രോ എന്ന് പറയുന്ന വാട്ടർ റിലേറ്റഡ് ആണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഭാഗത്ത് നിന്ന് സുനാമി പിക്ക് ചെയ്തിട്ടുള്ളൊരു ചോദ്യം വന്നത്. നെക്സ്റ്റ്, ഇൻ്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഈസ് സെലിബ്രേറ്റഡ് ഓൺ October 13 ആണ് ആൻസർ. ഇൻ്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഓക്കെ എന്ന് പറയുന്നത് October 13 ആണ്. ഡെക്കേഡ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത് 1990 മുതൽ 1999 എന്ന് പറയുന്നതാണ് ഡെക്കേഡ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആയിട്ട് നമ്മൾ ആചരിച്ചത്. അതേ തുടർന്ന് പിന്നീട് എന്താണ് ഒരു ലൈക്ക് സെൻഡായി ഫ്രെയിംവർക്കും ഹൈഗോ ഫ്രെയിംവർക്കും ഒക്കെ അതിനെ തുടർന്ന് വന്നിട്ടുള്ളൊരു കാര്യമാണ്. യോക്കോഹാമ സ്ട്രാറ്റജി, ഹ്യൂഗോ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ദെൻ സെൻഡായി ഫ്രെയിംവർക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതേ തുടർന്നാണ് പിന്നീട് അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർനാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ലോയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ ഈ ചോദ്യം വരാമെന്നുള്ളതാണ്. സോ October 13 ഇൻ്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. നെക്സ്റ്റ്, ദ മിനിസ്ട്രി ഇൻ സെൻട്രൽ ഗവൺമെൻറ് റെസ്പോൺസിബിൾ ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസോസിയേറ്റഡ് മിനിസ്ട്രി ഏതാണെന്നുള്ളതാണ്. നമുക്ക് മിനിസ്ട്രി ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക് ആയിട്ട് വരുന്നില്ല. മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ആണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സോ ആൻസർ ഈസ് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ്, ഓപ്ഷൻ ബി. ഓക്കെ,
എർത്ത് സയൻസും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഒന്നും അല്ല. അവരൊക്കെ എന്താണ് അതാത് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ വാർണിംഗ് സിസ്റ്റവും മറ്റ് കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരാറുണ്ട്, മിറ്റിഗേഷൻ സ്ട്രാറ്റജീസും മറ്റും വരുന്നുണ്ട്. പക്ഷേ ഓവറോൾ മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആരുടെ അണ്ടറിൽ വരുന്നതാണ്? മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൻ്റെ അണ്ടറിലാണ് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ എക്സാമ്പിൾസ് ഓഫ് സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷേഴ്സ്? താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷേഴ്സിന് എക്സാമ്പിളായിട്ട് പറയുന്നത് എന്നുള്ളതാണ്. സോ മിറ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നും മിറ്റിഗേഷൻ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ എന്നും നോൺ സ്ട്രക്ചറൽ എന്നുമുള്ള രീതിയിലുള്ളൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ സ്ട്രക്ചറൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിസാസ്റ്ററിനെ എന്ത് ചെയ്യുക, അതിനെ മിറ്റിഗേറ്റ് ചെയ്യുക, അതിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സ്ട്രക്ചറലിൻ്റെ അണ്ടറിൽ വരുന്നത്. നോൺ സ്ട്രക്ചറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഹ്യൂമൻ ബിഹേവിയറും മറ്റു കാര്യങ്ങളും ഒക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ചില പ്രവൃത്തികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഈ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുക. അപ്പം നമ്മൾ അങ്ങനെ ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് അതിൻ്റെ അണ്ടറിൽ വരുന്നത്. സ്ട്രക്ചറൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ കൺസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഫ്ലഡ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിവർ സൈഡുകളിൽ എംബാർക്ക്മെൻറ്റ്സുകൾ പണിയുക എന്ന് പറയുന്നത് അത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, റിവർ എംബാർക്ക്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ സൈക്ലോൺ ഷെൽറ്റേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ബിൽഡിംഗ് കോഡ്സ്, അതായത് ബിൽഡിംഗ് സ്ട്രക്ചറുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് റെസിലിയൻ്റ് ആയിട്ടുള്ള എർത്ത് റെസിലിയൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലഡ് ആണെന്നുണ്ടെങ്കിൽ ഉയരത്തിലുള്ള ബിൽഡിങ്ങുകൾ പണിയുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള ചേഞ്ചസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊക്കെ സ്ട്രക്ചറൽ സൊല്യൂഷൻസ് ആണ്. ദെൻ എർത്ത് ക്വേക്ക് റെസിസ്റ്റൻറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് സ്ട്രക്ചറൽ മിറ്റിഗേഷൻ്റെ അണ്ടറിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ഓൾ ദ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് കംസ് അണ്ടർ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Next, which of the following statements correctly differentiates between the goals of mitigation and preparedness? നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളിൽ മിറ്റിഗേഷൻ ആക്ടിവിറ്റീസ് ഉണ്ട്, ലഘൂകരിക്കേണ്ട കാര്യങ്ങളുണ്ട്, പ്രിപ്പയർനെസ് തയ്യാറെടുപ്പിൻ്റെ കാര്യങ്ങളുണ്ട്, ദെൻ എന്താണ് റെസ്പോൺസ്, നമ്മൾ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന മൊമെൻറ്റ് മുതൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ദെൻ എന്താണ് ലോങ് ടേം ആയിട്ട് അതിൽ നിന്നും റിക്കവറി ചെയ്ത് വരേണ്ട കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ 4 സൈക്ലിക്കലായിട്ടാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ മിറ്റിഗേഷനും പ്രിപ്പയർനെസ്സിൻ്റെയും എന്താണ് ഗോളുകളെ തമ്മിൽ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നുള്ളതാണ്. മിറ്റിഗേഷൻ എയിംസ് അറ്റ് റെസ്പോൺസ്, അപ്പോൾ റെസ്പോൺസ് വന്നപ്പോഴേ തന്നെ എന്താണ് ഡൗട്ട് ഉണ്ട്. ദെൻ കോർഡിനേഷൻ, വേറസ് പ്രിപ്പയർനെസ് റെഡ്യൂസസ് ഹസാർഡ് എക്സ്പോഷർ. അപ്പോൾ അതല്ല, റെസ്പോൺസ് ആക്ടിവിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യമാണ് മിറ്റിഗേഷനിൽ പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. മിറ്റിഗേഷനല്ല, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ മിറ്റിഗേഷനായിട്ട് പറയുന്നത്, അത് തെറ്റാണ്. ദെൻ മിറ്റിഗേഷൻ ഇൻവോൾവ്സ് ലോങ് ടേം സ്ട്രാറ്റജീസ് ടു മിനിമൈസ് ഫ്യൂച്ചർ റിസ്ക് വൈൽ പ്രിപ്പയർനെസ് ഫോക്കസ് ഓൺ ഇമ്മീഡിയറ്റ് ആക്ഷൻ ബിഫോർ എ ഡിസാസ്റ്റർ. ഫസ്റ്റ് ഭാഗം ശരിയായിട്ട് വന്നെങ്കിലും പ്രിപ്പയർനെസ് ഇറ്റ്സ് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നാണ് പറയുന്നത്. റെസ്പോൺസിൽ വരുന്ന കാര്യങ്ങളാണ്, പ്രിപ്പയർനെസ്സിലല്ല അത് വിടുന്നത്. സോ ഓൺ ദി ഒക്കറൻസ് ഓഫ് എ ഡിസാസ്റ്റർ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ദെൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മിറ്റിഗേഷൻ റെഡ്യൂസസ് വൾണറബിലിറ്റീസ് ത്രൂ സ്ട്രക്ചറൽ മെഷേഴ്സ്. സോ ശരിയായിട്ട് വരുന്നുണ്ട്. പ്രിപ്പയർനെസ് ഡെവലപ്സ് പ്ലാൻ ടു മാനേജ് എമർജൻസീസ് എഫക്റ്റീവ്ലി. പ്രിപ്പയർനെസ് എന്ന് പറയുന്നത് എന്താണ്, പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് എമർജൻസി എഫക്റ്റീവായിട്ട് മെഷർ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ മിറ്റിഗേഷൻ എന്താണ്, വൾണറബിലിറ്റീസ് കുറയ്ക്കുന്നു സ്ട്രക്ചറൽ മീൻസിലൂടെയാണ്. അപ്പം സ്ട്രക്ചറൽ മീൻസിലൂടെ എന്നാണ് പറയുന്നത്. അപ്പം പകുതിയേ ശരിയായിട്ടുള്ളൂ. മിറ്റിഗേഷൻ മെഷേഴ്സിൽ സ്ട്രക്ചറലും നോൺ സ്ട്രക്ചറലും വരുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഇത് തെറ്റാണ്. ആദ്യം വായിച്ചപ്പോൾ ശരിയാണെന്ന് തോന്നി, അതുകൊണ്ടാണ് റിമൈനിങ്ങും വായിച്ചു നോക്കിയത്. പക്ഷേ എന്താണ് സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറയുമ്പം അത് മാത്രമല്ല ഉള്ളത്. ദെൻ മിറ്റിഗേഷൻ റെഡ്യൂസസ് ദ ഇൻറ്റൻസിറ്റി ഓർ ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റർ വൈൽ പ്രിപ്പയർനെസ് എൻഷൂർസ് റെഡ്നെസ് ടു റെസ്പോൺസ്. മിറ്റിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിസാസ്റ്ററിൻ്റെ ഇൻറ്റൻസിറ്റിയും ഇമ്പാക്റ്റും കുറയ്ക്കാൻ കാരണമാകുന്നു, ലഘൂകരിക്കുക എന്നുള്ള ആ പേര് തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ അത്തരം ആക്ടിവിറ്റീസ് നമ്മൾ എടുക്കുക വഴി എന്താണ് ഡിസാസ്റ്റർ ഉണ്ടാകും, പക്ഷേ എന്താണ് അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റും എഫക്റ്റും കുറഞ്ഞിരിക്കുക എന്നുള്ളത് ശരിയാണ്. വൈൽ പ്രിപ്പയർനെസ് എന്ന് പറയുന്നത് എന്താണ്, റെഡ്നെസ് ടു റെസ്പോൺസ് എന്നുള്ളതാണ്. അപ്പോൾ റെസ്പോൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ തയ്യാറെടുപ്പുകളും എടുക്കുന്ന ഒരു ഭാഗമാണ് പ്രിപ്പയർനെസ്. സോ ഓപ്ഷൻ ഡി അത് കറക്റ്റാണ്, കൂടുതൽ ശരിയാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് question 17. Which system provides a standardized command structure for managing emergency situation at emergency operations centers in India? ഇന്ത്യയിൽ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഡിസാസ്റ്റർ റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എമർജൻസി ഓപ്പറേറ്റിംഗ് സെൻറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടുത്തെ ആക്ടിവിറ്റീസും മറ്റും ചെയ്യുന്നതിന് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു മെത്തേഡുണ്ട്. ആ മെത്തഡോളജി എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റം എന്ന് പറയുന്നതാണ്. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. സോ ഡൗട്ട്സും മറ്റു കാര്യങ്ങളും ഉള്ളവർ, എന്താണെന്ന് അറിയണമെന്നൊക്കെ ഉള്ളവർ
വീഡിയോസ് ഒന്ന് കണ്ടോളുക, യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ ഇൻസിഡൻറ്റ് കമാൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ഒരു ഇന്ത്യനൈസ്ഡ് വേർഷനാണ് അതെന്ന് പറയുന്നത്, ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഉണ്ട്, ആരായിരിക്കും അതിൻ്റെ മേലിൽ അണ്ടർ കൺട്രോളിൽ വരുന്നത്, അതിൻ്റെ താഴെ എങ്ങനെ വർക്ക് ചെയ്യണം എന്നൊക്കെയുള്ള അടങ്ങിയിട്ടുള്ള ഒരു പ്രോസസ്സും മറ്റു കാര്യങ്ങളുമൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ആൻസർ സി, ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റമാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഗൈഡ് ലൈൻസ് ഓഫ് ഇഫക്റ്റീവ് പോസ്റ്റ് ഡിസാസ്റ്റർ റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ? അതായത് ഡിസാസ്റ്ററിന് ശേഷമുള്ള റീകൺസ്ട്രക്ഷൻ റീഹാബിലിറ്റേഷൻ്റെ ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ബിൽഡ് ബാക്ക് ബെറ്റർ. ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുള്ളവർ കേട്ടിട്ടുണ്ടാവും ഈ പ്രിൻസിപ്പിളിനെ പറ്റിയിട്ട്. ഇൻ്റർനാഷണൽ ലെവലിലുമൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന് പറയുന്നത്. അത് ശരിയാണ്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, അതും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ റീകൺസ്ട്രക്ഷൻ റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് സ്പീഡ് ഓവർ ക്വാളിറ്റി. അതായത് ക്വാളിറ്റിയെക്കാളും വേഗത്തിൽ നമ്മൾ റിക്കവറി ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ആശയം എന്നുള്ളതാണ്, ആ പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. പക്ഷേ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ? വേഗത്തിൽ റിക്കവറി ചെയ്തതുകൊണ്ട് കാര്യമില്ല. വീണ്ടും ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ വരേണ്ടത്. അപ്പോൾ സ്പീഡ് റിക്കവറി അല്ല നമ്മൾ മുന്നോട്ട് വെക്കേണ്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സ്പീഡ് റിക്കവറി ഉണ്ടാവണം, പക്ഷേ ക്വാളിറ്റിയെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാവാൻ പാടില്ല. റിസ്ക് സെൻസിറ്റീവ് ലാൻഡ് യൂസ് പ്ലാനിങ്, അതായത് ഇനി വരാൻ പോകുന്ന റിസ്ക്കുകൾ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലാൻഡ് ഏരിയ, അവിടുത്തെ ജിയോളജിക്കൽ കാര്യങ്ങളൊക്കെ പഠിച്ച് അതിൻ്റെ റിസ്ക് സെൻസിറ്റിവിറ്റി എത്രത്തോളം ഉണ്ട്, റിസ്കിനുള്ള എത്രത്തോളം സെൻസിറ്റീവ് ആണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ലാൻഡ് യൂസ് പ്ലാനിങ് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഡിസാസ്റ്ററിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും റീകൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യുമ്പം അത് കൺസിഡർ ചെയ്യാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു റെസിലിയൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറില്ല, വീണ്ടും ഡിസാസ്റ്ററിന് പ്രോണായിട്ട് മാറും. അപ്പോൾ അതെന്ന് പറയുന്നതും ഇതിൻ്റെ ഭാഗമാണ്. സോ സ്പീഡ് ഓവർ ക്വാളിറ്റിയാണ് നമുക്കിവിടെ മാച്ച് ആവാത്തതായിട്ട് വരുന്നത്. സോ 3 അല്ലാത്ത 1, 2 and 4 ആണ് വരുന്നത്. 1, 2 and 4 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ 3 വരുന്നത് റോങ് ആയിട്ട് വരുന്നു, 1, 2 and 4 കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നു, ഓപ്ഷൻ എ. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററാണ്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി കണ്ടില്ലേ, അതേപോലെ നാഷണൽ ലെവലിൽ വരുമ്പോൾ പ്രൈം മിനിസ്റ്ററാണ് അതിൻ്റെ ചെയർപേഴ്സൺ. ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ ലേയിങ് ഡൗൺ ദ പോളിസീസ്, പ്ലാൻസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ശരിയായിട്ടുള്ള കാര്യമാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനും പോളിസിയും ഗൈഡ് ലൈൻസും ഒക്കെ ആരാണ്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് അതിൻ്റെ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത്, അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അവരാണത് കൊണ്ടുവരുന്നത്. ദെൻ ഇറ്റ് ഓപ്പറേറ്റ്സ് അണ്ടർ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. MOEFCCയുടെ അണ്ടറിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അല്ല, നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 3 എന്ന് പറയുന്നത് റോങ് ആണ്. സോ 3 റോങ് ആയിട്ട് വരുന്നതാകുമ്പോൾ 1 and 2 ഉള്ളി, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 വരുന്ന സമയത്ത് ഈ നാഷണൽ പ്ലാനിനെ പറ്റിയിട്ട് ആക്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ആക്റ്റിൽ മെൻഷൻ ചെയ്യുന്ന സമയത്ത് പറയുന്നത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ താഴെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരുന്നുണ്ട്. ഈ കമ്മിറ്റി ആയിരിക്കും പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്, ആൻഡ് ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ആരാണ്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പുതിയ അമെൻമെൻറ്റ് പ്രകാരം ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ കയ്യിൽ നിന്നും ആ ഒരു അധികാരം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ പ്ലാനും മറ്റു കാര്യങ്ങളുമൊക്കെ അതിൻ്റെ പ്രിപ്പറേഷനും കോർഡിനേഷനും ഒക്കെ നടത്തുന്നത് ആരാണ്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ടാവും? മറ്റ് ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എടുത്തുകൊണ്ട്, അതായത് ഇപ്പം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മറ്റ് ഓർഗനൈസേഷൻസും ഒക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നമുക്ക് ഇൻവോൾവ് ആക്കിക്കൊണ്ടാണ് പ്ലാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ പ്ലാൻ തയ്യാറാക്കുന്നത് ഇപ്പം നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ല. അമെൻമെൻറ്റിൽ ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. അതൊരുപക്ഷെ ഈ വട്ടത്തെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും ആ കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തോളൂ. 20, ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിച്ച് അസിസ്റ്റ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈസ് ഹെഡഡ് ബൈ. അതായത് നമുക്ക് ഇപ്പം നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ അണ്ടറിലാണെന്നുണ്ടെങ്കിലും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ രണ്ടിൻ്റെയും അണ്ടറിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമുണ്ട്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട്. അതിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ കാര്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ കോമ്പോസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും. അദ്ദേഹം എന്ന് പറയുന്ന ആരാണ്? ചീഫ് സെക്രട്ടറി ടു ദ സ്റ്റേറ്റ് ആണ്. ചീഫ് സെക്രട്ടറി ടു ദ സ്റ്റേറ്റ് ആരെന്ന് പറയുന്നത് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്.
അതേപോലെ തന്നെ എന്താണ് 4 അതർ മെമ്പേഴ്സ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അവരെന്ന് പറഞ്ഞാൽ എന്താണ് മറ്റ് 4 ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ആയിരിക്കും ഏതാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറീസാണ്. സെക്രട്ടറീസ് ടു ദാറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് എന്ന് പറയുന്നത് 4 മെമ്പേഴ്സായിട്ട് വരുന്നത്. പിന്നെ പുതിയ അമെൻമെൻറ്റ് പ്രകാരം ഒരാളെ കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP സ്റ്റേറ്റിൻ്റെ ഹെഡ് ഓഫ് ദ പോലീസ് ആയിരിക്കും ആരെന്ന് പറയുന്നത് ഒരു മെമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 4 മെമ്പേഴ്സ് 4 സെക്രട്ടറീസ് ടു ദ 4 ഡിപ്പാർട്ട്മെൻറ്റുകളായിരിക്കും വരുന്നത്. ഒരു മെമ്പർ എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആണ്. ആൻഡ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് എന്താണ് ചീഫ് സെക്രട്ടറി ടു ദ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ചീഫ് സെക്രട്ടറി ടു ദ സ്റ്റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഇനി ഈ ചെയർപേഴ്സൺ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരിക്കും എന്തെന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ CEO എന്ന് പറയുന്നത്. കോമ്പോസിഷൻ്റെ അണ്ടറിൽ CEO എന്ന് പറയുന്ന ആരാണ് ഈ ചെയർപേഴ്സൺ ഓഫ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. അത് ഇൻറ്റേൺ ആരാണ് ചീഫ് സെക്രട്ടറി ടു ദ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ആ രീതിയിലും ചോദ്യം വന്നു കഴിഞ്ഞാൽ അറിഞ്ഞു വെച്ചിരിക്കുക. പുതുതായിട്ട് വന്നിട്ടുള്ള ചേഞ്ചസും കൂടിയിട്ട് എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21 മെഷേഴ്സ് സച്ച് as prohibiting settlements in floodplains or coastal erosion zones and relocating communities from landslide prone areas are examples of which of the following disaster mitigation goals. അതായത് ക്വസ്റ്റനിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് മിറ്റിഗേഷൻ ഗോളിൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മിറ്റിഗേഷൻ ഗോൾ എന്താണെന്നൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സോ മിറ്റിഗേഷൻ ഗോൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലഘൂകരിക്കുക എന്ന് പറയുന്ന കുറേയധികം കാര്യങ്ങൾ ചെയ്യണമല്ലോ മിറ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണോ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് അതനുസരിച്ചിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളുമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു റീജിയൻ സ്പെസിഫിക് ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ സ്ഥലത്ത് എന്ത് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നറിയണം. അപ്പോൾ മിറ്റിഗേഷൻ ഗോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ താഴെ പറയുന്നവയിൽ 4 എണ്ണം ഉണ്ട് പ്ലസ് ഒരെണ്ണവും കൂടെ വരുന്നത് നമുക്ക് മിറ്റിഗേഷൻ ഗോളായിട്ട് എടുക്കാം. ഇപ്പോൾ റിസ്ക് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം, റിസ്ക് അവോയ്ഡ് ചെയ്യുക, റിസ്ക് ലൈക്ലിഹുഡ് റിഡക്ഷൻ, ദെൻ റിസ്ക് കോൺസിക്വൻറ്റ് റിഡക്ഷൻ, ദെൻ റിസ്ക് ഷെയറിംഗ് ഓർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കൂടി അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ട് അതിലേക്ക് പോകാം. അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഇത് ഏതാണെന്നുള്ളത് അറിയാം. എന്നിട്ട് ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സോ പ്രൊഹിബിറ്റിംഗ് സെറ്റിൽമെൻറ്റ്സ് ഇൻ ഫ്ലഡ് പ്ലെയിൻസ് ഓർ കോസ്റ്റൽ ഇറോഷൻ സോൺസ്. കോസ്റ്റൽ ഇറോഷൻ സോണുകളിലും ഫ്ലഡ് പ്ലെയിനുകളിലും അതായത് വെള്ളം കയറി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിൽ സെറ്റിൽമെൻറ്റ് ആക്ടിവിറ്റീസ് പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളത് ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ആയിട്ട് പറയുന്നു. ദെൻ റീലൊക്കേറ്റിംഗ് കമ്മ്യൂണിറ്റീസ് ഫ്രം ലാൻഡ്സ്ലൈൻ പ്രോൺ ഏരിയാസ്. ലാൻഡ്സ്ലൈൻ പ്രോൺ ആയിട്ടുള്ള ഏരിയാസിൽ നിന്നും കമ്മ്യൂണിറ്റിയെ റീലൊക്കേറ്റ് ചെയ്യുക, അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുക എന്ന് പറയുന്നതും ഏത് ടൈപ്പ് മിറ്റിഗേഷൻ ഗോൾ ആണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 കാര്യങ്ങളും വായിച്ചപ്പോൾ മനസ്സിലായല്ലോ. റിസ്ക് ഒരിടത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ഞങ്ങൾ ആ ഭാഗത്തോട്ട് വരുന്നില്ല, അതവിടെ നടന്നോട്ടെ, ഞങ്ങളതിനെ ഒഴിവാക്കി മറ്റൊരിടത്തേക്ക് പോവുക എന്നുള്ളതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് റിസ്ക് അവോയ്ഡൻസ് ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. അപ്പോൾ റിസ്ക് അവോയ്ഡൻസുമായിട്ട് ചേർത്ത് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ ഓരോ കാര്യങ്ങളും എന്താണെന്ന് നോക്കാം. റിസ്ക് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില ടൈപ്പ് ഓഫ് റിസ്കിൻ്റെ കാര്യത്തിൽ നമ്മൾ ആ ഒരു റിസ്ക് കുറേയൊക്കെ എന്ത് ചെയ്യുക അത് നമ്മൾ സഹിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യാറുണ്ട്. കാരണം ഈ മിറ്റിഗേഷൻ സ്ട്രാറ്റജി എടുക്കുന്നത് ചിലപ്പോൾ നമ്മുടെ റിസോഴ്സ് നമുക്ക് അത്രത്തോളം ഉണ്ടാകത്തില്ല, അത്രയും എമൗണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ. കാരണം അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയുടെ എന്താണ് മറ്റ് ചില ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനെ അടക്കമായിരിക്കും അത് ബാധിക്കുന്നത്. അതുകൊണ്ട് കുറേയൊക്കെ റിസ്ക് സഹിക്കാൻ പറ്റുന്നത് നമ്മൾ സഹിക്കുന്നു എന്നുള്ളത്. പിന്നെ സോഷ്യോ കൾച്ചറൽ റീസൺസ് ഉണ്ടാകും. ചില സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾക്ക് മാറി താമസിക്കാൻ താല്പര്യമില്ലാത്തത്. ഇപ്പോൾ കോസ്റ്റൽ കമ്മ്യൂണിറ്റീസൊക്കെ സ്ഥിരമായിട്ട് എന്താണ് കോസ്റ്റൽ ഇറോഷൻ മറ്റും ഉണ്ടാകുന്നുണ്ടെങ്കിലും വീണ്ടും അവിടെ തന്നെ എന്ത് ചെയ്യുക താമസിച്ച് മുന്നോട്ട് പോകുന്നൊരു രീതി ചെയ്യാറുണ്ട്. അപ്പോൾ വളർന്നു വന്ന സാഹചര്യങ്ങളും മറ്റുമാണ്, അല്ലെങ്കിൽ സോഷ്യോ കൾച്ചറൽ റീസൺസ് ആണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. റിസ്ക് അവോയ്ഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റിസ്ക് ഉണ്ടാവുന്നുണ്ട്, അപ്പോൾ അവിടെ നിന്ന് മാറി താമസിക്കുന്നു, റിസ്ക്കുമായിട്ട് എന്ത് ചെയ്യുന്നില്ല അസോസിയേറ്റ് ചെയ്ത് പോകുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടു, അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് കണ്ടു. ഇനി റിസ്ക് ലൈക്ലിഹുഡ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക്കേ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പം ഈ 2 കേസിലും നമ്മൾ പറഞ്ഞ 2 കേസിലും ഇതവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഞാൻ സഹിക്കുന്നു അല്ലെങ്കിൽ മാറി പോകുന്നു എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ റിസ്ക് ലൈക്ലിഹുഡ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം റിസ്ക് ഉണ്ടാവാനുള്ള സാഹചര്യം തന്നെ ഇല്ലാതാക്കുന്നു. ഇപ്പം നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു സിറ്റി ബിൽഡിംഗ് പ്ലാൻ ഒക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ മഴ പെയ്ത് എത്ര വെള്ളം കയറി കഴിഞ്ഞാലും എന്താണ് വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ റിസ്ക് ഉണ്ടാവാനുള്ള സാഹചര്യം പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ ഇല്ലാതാക്കാം. ദെൻ ഇപ്പം റിവറിൻ്റെ സൈഡിൽ എംബാർക്ക്മെൻറ്റുകൾ പണിയുകയാണെന്നുണ്ടെങ്കിൽ എത്ര വെള്ളം വന്നു കഴിഞ്ഞാലും അത് ഫ്ലഡായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് റിസ്ക് തന്നെ ഇല്ലാതാവുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി റിസ്ക് കോൺസിക്വൻസ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റിസ്കിനെ തുടർന്നുണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റുകൾ കുറയ്ക്കുക. റിസ്ക്കും ഉണ്ടാകും,
അതിനെ ഫേസും ചെയ്യുന്നുണ്ട്. അതേ തുടർന്ന് കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും, അതും വില്ലിങ് ആണ്. പക്ഷേ എന്താണ്, അതൊരു വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിൽ നിന്ന് അതിനെ തടയുക എന്നുള്ളതാണ്. ഇപ്പം ജപ്പാനിലൊക്കെ അവർ റിസ്ക് എന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ് മീൻസ് ഈ അക്സെപ്റ്റൻസ് എന്നുള്ള അർത്ഥത്തിലല്ല, റിസ്ക് ഉണ്ടാകുമെന്ന് അവർക്കറിയാം. അതെന്താണ്, എർത്ത് ക്വേക്ക് പ്രോൺ ഏരിയ ആണ്. പക്ഷേ എന്താണ്, അവരുടെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത കാരണത്താലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന റിസ്കിനെ തുടർന്നുണ്ടാകുന്ന വലിയ ഇമ്പാക്റ്റുകളെല്ലാം കുറഞ്ഞിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ റിസ്ക് കോൺസിക്വൻസ് റിഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നുള്ളതൊരു റിസ്ക് ട്രാൻസ്ഫർ ആണ്. അതായത് ഇപ്പോൾ കമ്മ്യൂണിറ്റി അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ കോമൺ ആയിട്ട് നികത്തുക എന്നുള്ളത് ഒരു പിന്നെ ലൈക്ക് ഇപ്പം ഇൻഷുറൻസ് സ്കീമും ഒക്കെ വെച്ചുകൊണ്ട് ആ ഒരു നഷ്ടം നികത്തുക എന്നൊക്കെ പറയുന്നതാണ്. അതാണ് റിസ്ക് ഷെയറിംഗ് ഓർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, റിസ്ക് അവോയ്ഡൻസ് ആണ്. സോ ആൻസർ ബി ആണ്. 21ൻ്റെ ആൻസർ ബി ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. ഡിസ്കഷൻ ബേസ്ഡ് എക്സസൈസ് ഇൻവോൾവ്സ് ഫിസിക്കൽ റെസ്പോൺസ്. സോ ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. DM എക്സസൈസുകളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. സോ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസുകൾ നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഡിസ്കഷൻ ബേസ്ഡ് എന്നും പറയാൻ പറ്റും, രണ്ടെന്ന് പറയുന്നത് ആക്ഷൻ ബേസ്ഡ് എന്നും പറയാൻ പറ്റും. അപ്പോൾ ഈ ഡിസ്കഷൻ ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസ്കഷൻസ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അതായത് ഒരു മീറ്റിംഗ് പോലെ കൂടിയിട്ട് എന്തൊക്കെയായിരിക്കണം ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ, അതേപോലെ തന്നെ എന്താണ് ഒരു ലൈക്ക് ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരു മീറ്റിംഗ് ഡിസ്കഷൻസ് ആയിരിക്കും അതിൻ്റെ അണ്ടറിൽ വരിക. ആക്ഷൻ ബേസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്, മോക്ക് എക്സസൈസുകളും മോക്ക് ഡ്രില്ലുകളും ഒക്കെ കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു റിയൽ സിനാരിയോ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നു, അതിനെ എങ്ങനെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകാൻ, വർക്ക് ചെയ്യാം, എന്തൊക്കെ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് നമ്മളങ്ങനെ ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് എന്താ പറയുക ആക്ഷൻ ബേസ്ഡ് എന്ന് പറയുന്നത്. അപ്പം കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ല, 5-6 പേരെ വിളിച്ച് കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് നടത്തിയാൽ മതി, പരിപാടി കഴിയും. പക്ഷേ ആക്ഷൻ ബേസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ആളുകൾ ഇറങ്ങി ഫിസിക്കലി എന്ത് ചെയ്യേണ്ടി വരും, മൂവ്മെൻറ്റും ഇൻവോൾവ്മെൻറ്റും ഒക്കെ നടത്തേണ്ടതായിട്ട് വരും. പിന്നെ റിയൽ സിറ്റുവേഷൻസ് നമ്മൾ റിക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെന്താണ് പല രീതിയിലും എന്ത് ചെയ്യേണ്ടി വരും, പല ആക്ടിവിറ്റീസും ഡയറക്റ്റ് അതേപോലെ തന്നെ ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറും മറ്റും ഉണ്ട്, അതനുസരിച്ചിട്ട് ചെയ്ത് പരിശീലിക്കുന്ന ഒരു പരിപാടിയാണ് അതെന്ന് പറയുന്നത്. സോ ഇതാണ് ബേസിക്കലി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതിൻ്റെ ടൈപ്സും എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്കഷൻ ബേസ്ഡിൻ്റെ അണ്ടറിൽ എന്താണ്, ഫിസിക്കൽ റെസ്പോൺസ് ഇൻവോൾവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇല്ലല്ലോ, അത് ആക്ഷൻ ബേസ്ഡിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റോങ് ആണ്. നെക്സ്റ്റ്, ദേ റിക്വയർ ഗ്രേറ്റർ പ്ലാനിങ്, പ്രിപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ആസ് ഓൾസോ ഗ്രേറ്റർ ബഡ്ജറ്റ് ആൻഡ് റിസോഴ്സസ്. അപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഡിസ്കഷൻ ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പരിപാടി എന്നുള്ളതല്ല, ആളുകളെല്ലാം വിളിച്ച് കൂട്ടിയിട്ട് കുറച്ച് ഡിസ്കഷൻസ് ഒക്കെ നടത്തുക എന്നുള്ളതാണ്. ചിലപ്പോൾ 2-3 മണിക്കൂർ കൊണ്ട് പരിപാടിയും കഴിയുകയും ചെയ്യും. അപ്പോൾ അതിനൊരു വലിയ പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല, പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല, കോർഡിനേഷൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം വേണം, പക്ഷേ എന്താണ്, ഗ്രേറ്റർ പ്ലാനിങ് ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ഗ്രേറ്റർ ബഡ്ജറ്റിൻ്റെ ആവശ്യമില്ലല്ലോ, ആളുകൾ വന്ന് മീറ്റിങ്ങിന് പങ്കെടുക്കുന്നതിന് എന്താണ് വലിയ ബഡ്ജറ്റും റിസോഴ്സും ഒന്നും വേണ്ട. ഇതൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ആക്ഷൻ ബേസ്ഡ് ആണ് അല്ലേ. മാനും മെറ്റീരിയലും എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് റിസോഴ്സും എല്ലാം കൊണ്ടുവന്ന്, എക്യുപ്മെൻറ്റ്സും എല്ലാം കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു റിയൽ സിനാരിയോ ക്രിയേറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ 1, 2, 3 ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ എന്താണ്, കൃത്യമായ പ്ലാനിങ്ങും പ്രിപ്പറേഷനും കോർഡിനേഷനും ബഡ്ജറ്റും ഒക്കെ വേണ്ടി വരുന്ന കാര്യമാണ്. ദെൻ സിംപോസിയംസ് ആൻഡ് ടേബിൾ ടോപ്പ് എക്സസൈസസ് ആർ ടൈപ്സ് ഓഫ് ഡിസ്കഷൻ ബേസ്ഡ് എക്സസൈസസ്. അത് ശരി തന്നെയാണ്. സിംപോസിയവും ടേബിൾ ടോപ്പ് എക്സസൈസുമാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്കഷൻ ബേസ്ഡ് എക്സസൈസിൻ്റെ അണ്ടറിൽ വരുന്നത്. മോക്ക് ഡ്രിൽസും മോക്ക് എക്സസൈസസുമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ആക്ഷൻ ബേസ്ഡിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ അതും എന്താണ്, ക്ലാസ്സിലൊന്ന് നോക്കിയോളൂ, അതിൻ്റെ ടൈപ്സും ക്ലാസിഫിക്കേഷനും ഒക്കെ ഉള്ളത്. അപ്പം ഈ പറയുന്ന ഓപ്ഷൻ 3 എന്ന് പറയുന്നത് എന്താണ്, ശരിയാണ്, ഡിസ്കഷൻ ബേസ്ഡ് എക്സസൈസ് ആണ്, ശരിയാണ് വരുന്നത്. ദെൻ ദേ ഡിസ് നോട്ട് റിക്വയർ. സോ ആൻസർ ഈസ് 3 only. Next, question 23. The Sendai framework for disaster risk reduction outlines how many priority areas? എത്ര പ്രയോറിറ്റി ഏരിയാസ് ആണ് സെൻഡായി ഫ്രെയിംവർക്ക് ഔട്ട്ലൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. സെൻഡായി ഫ്രെയിംവർക്ക് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. അതായത് നമുക്ക് വേൾഡ് കോൺഫറൻസ് ഓൺ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്ന 3 വേൾഡ് കോൺഫറൻസുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക കേട്ടോ, ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. സോ 94-ൽ എന്താണ് യോക്കോഹാമ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് ജപ്പാനിലെ യോക്കോഹാമയിൽ വെച്ചിട്ടൊരു ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ്റെ ഒരു വേൾഡ് കോൺഫറൻസ് കൺവീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2005 ഹ്യോഗോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ 2015 സെൻഡായിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇത് 3 എന്ന് പറയുന്നത് ജപ്പാനിലാണ്.
അപ്പോൾ ജപ്പാനിലാണ് ഇവ മൂന്നും എന്ത് ചെയ്തിട്ടുള്ളത്, കൺവീൻ ചെയ്തിട്ടുള്ളത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ഏറ്റവും അവസാനത്തെ സെൻഡായി ഫ്രെയിംവർക്ക്, അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പം 2015 മുതൽ 2030 വരെയുള്ള, 30 ടാർഗറ്റ് ഡേറ്റ്, അതുവരെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം 4 പ്രയോറിറ്റി ഏരിയാസ് ഫോർ ആക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, 7 ടാർഗറ്റ് ഗ്ലോബൽ ടാർഗറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം 4 എന്നുള്ളതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സെൻഡായി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് എന്താണ്, 4 പ്രയോറിറ്റി ഏരിയാസാണ് പറയുന്നത്. ആ 4 പ്രയോറിറ്റി ഏരിയാസും കൂടിയിട്ടൊന്ന് നോക്കി പോകാം. കാരണം അങ്ങനെയും ചോദ്യം വരാം, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് സെൻഡായി ഫ്രെയിംവർക്കിൻ്റെ പ്രയോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള ടാർഗറ്റുകൾ എന്ന് പറയുന്നത്. സോ അണ്ടർസ്റ്റാൻഡിങ് ദ ഡിസാസ്റ്റർ റിസ്ക്, അതാണ് ഒന്നാമത്തേതെന്ന് പറയുന്നത്. ഡിസാസ്റ്റർ റിസ്ക് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. സ്ട്രെങ്തനിങ് ഡിസാസ്റ്റർ റിസ്ക് ഗവേണൻസ് ടു മാനേജ് ഡിസാസ്റ്റർ റിസ്ക്. ഡിസാസ്റ്റർ റിസ്ക് മാനേജ് ചെയ്യുന്നതിന് ഡിസാസ്റ്റർ റിസ്ക് ഗവേണൻസ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേണൻസ് എന്ന് പറയുന്നത് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത്. 3, ഇൻവെസ്റ്റിംഗ് ഇൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഫോർ റെസിലിയൻസ്. ഡിസാസ്റ്റർ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. അതുവഴി നമ്മൾ എന്ത് ചെയ്യുക, റെസിലിയൻ്റ് ആയിട്ടുള്ളൊരു സൊസൈറ്റി ആയിട്ട് മാറുക എന്നുള്ളത്. ദെൻ എൻഹാൻസിങ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ഫോർ ഇഫക്റ്റീവ് റെസ്പോൺസ്. നമ്മൾ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് കുറച്ചുകൂടെ നന്നാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ പ്രിപ്പയർ ചെയ്തിരുന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എഫക്റ്റീവായിട്ട് റെസ്പോൺസ് ആക്ടിവിറ്റീസ് കൊണ്ടുവരാൻ പറ്റും. അതായത് ഡിസാസ്റ്റർ ഉണ്ടാകുന്ന മൊമെൻറ്റിൽ തന്നെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ടുള്ളൊരു റെസ്പോൺസ്, എഫക്റ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് വരുന്നു. ആൻഡ് ടു ബിൽഡ് ബാക്ക് ബെറ്റർ ഇൻ റിക്കവറി, റീഹാബിലിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ. റിക്കവറിയും റീഹാബിലിറ്റേഷനും റീകൺസ്ട്രക്ഷൻ്റെയും ഒക്കെ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ബിൽഡ് ബാക്ക് ബെറ്റർ, മുമ്പുള്ളതിനേക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനെല്ലാം ഓവർകം ചെയ്ത് വരേണ്ടത്. ഇതാണ് എന്തെന്ന് പറയുന്നത് 4ാമത്തെ പ്രയോറിറ്റി ഏരിയ എന്ന് പറയുന്നത്. ഇത് ഇതേപോലെ തന്നെ പഠിച്ച് വെച്ചിരിക്കുക, ഇതേപോലെ തന്നെ ആയിരിക്കും എക്സാമിനും വരുന്നത്. അപ്പോൾ ഇത് ഇത്രയും 4 പ്രയോറിറ്റി ഏരിയാസാണ് വരുന്നത്. അപ്പോൾ 4 എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി 4. ഇനി ഈ സെൻഡായി ഫ്രെയിംവർക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് 7 ടാർഗറ്റുകൾ കൂടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും ഇൻക്രീസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും വരുന്നുണ്ട്. റെഡ്യൂസ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസാസ്റ്ററിനെ തുടർന്നുണ്ടാകുന്ന മരണം കുറയ്ക്കുക എന്നുള്ളത്, ഗ്ലോബൽ ഡിസാസ്റ്റർ മോർട്ടാലിറ്റി കുറയ്ക്കുക എന്നുള്ളത്. ദെൻ എന്താണ്, ഗ്ലോബലി ഡിസാസ്റ്റർ അഫക്റ്റ് ചെയ്യുന്ന പീപ്പിൾ, അതിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത്. ദെൻ എക്കണോമിക് ലോസ് കുറയ്ക്കുക എന്നുള്ളത്. സോ ആളുകളെ അഫക്റ്റ് ചെയ്യുന്നത് കുറയ്ക്കുക, അതായത് ഡിസാസ്റ്ററിന് എക്സ്പോസ്ഡ് ആവുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുക, മരണനിരക്ക് കുറയ്ക്കുക, അതേ തുടർന്നുണ്ടാകുന്ന നഷ്ടം കുറയ്ക്കുക. ദെൻ ഡാമേജ് ടു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് കരുതുന്ന എനർജി, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് നശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രാജ്യത്തിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. വളരെ എന്താണ്, എക്സ്പൊണൻഷ്യലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ആൻഡ് ഡിസ്റപ്ഷൻ ഓഫ് ബേസിക് സർവീസസ്. അപ്പോൾ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനും ബേസിക് സർവീസസിനും ഉണ്ടാകുന്ന ഡാമേജസും ഡിസ്റപ്ഷൻസും കുറയ്ക്കുക എന്ന് പറയുന്നത്. ഇത് ഇത്രയുമാണ് സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ് ചെയ്യേണ്ട കുറേ ഗോൾസ് എന്ന് പറയുന്നത്. ഇനി 3 സബ്സ്റ്റാൻഷ്യലി ഇൻക്രീസ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നമ്പർ ഓഫ് കൺട്രീസ് വിത്ത് നാഷണൽ ആൻഡ് ലോക്കൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ സ്ട്രാറ്റജീസ്. നാഷണൽ ലെവൽ ടു ലോക്കൽ ലെവലിൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ കൊണ്ടുവരേണ്ട കുറേ സ്ട്രാറ്റജികൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോസിബിൾ ആവുന്നത്. അങ്ങനെ ഉള്ള ഫ്രെയിം വർക്കുകളും മറ്റും നിലവിൽ വരുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂട്ടുക എന്നുള്ളത്, അതായത് പരമാവധി എല്ലാ രാജ്യങ്ങളും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുക എന്നുള്ളത്. ദെൻ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ടു ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ്, പരസ്പര സഹകരണം ഇൻ്റർനാഷണൽ ലെവലിൽ പോസിബിൾ ആക്കുക, സബ്സ്റ്റാൻഷ്യലി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. ദെൻ അവൈലബിലിറ്റി ഓഫ് ആൻഡ് ആക്സസ് ടു മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സിസ്റ്റം. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹസാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏർലി വാർണിംഗ് സിസ്റ്റത്തിന് അതിനുള്ള ആക്സസും അവൈലബിലിറ്റിയും എല്ലാ രാജ്യങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളത്. സോ ഇത് ഇത്രയുമാണ് സബ്സ്റ്റാൻഷ്യലി ഇൻക്രീസ് ചെയ്യേണ്ട ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ വെച്ചുകൊണ്ടും എന്താണ് ചോദ്യങ്ങൾ വരാം. സോ സെൻഡായി ഫ്രെയിംവർക്കിൻ്റെ അണ്ടറിൽ 4 പ്രയോറിറ്റി ഏരിയാസും വരുന്നുണ്ട്, 7 ഗോളും വരുന്നുണ്ട്. 7 ഗോളിൽ 4 സബ്സ്റ്റാൻഷ്യലി റിഡക്ഷൻ ചെയ്യേണ്ടതാണെങ്കിൽ 3 സബ്സ്റ്റാൻഷ്യലി ഇൻക്രീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊക്കെ പഠിച്ചോളുക. ജസ്റ്റ് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. Next question, the key difference between rehabilitation and reconstruction is. റീഹാബിലിറ്റേഷനും റീകൺസ്ട്രക്ഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്നുള്ളതാണ്. പുനരധിവാസവും പുനർനിർമ്മാണവും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രക്ചറൽ പ്രോസസ്സാണെന്നാണ് പറയുന്നത്. പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആവുന്നതാണെന്നാണ് കേൾക്കുമ്പോഴേ അറിയാമല്ല എന്നുള്ളത്. റീകൺസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ശരിയായിരുന്നേനെ, അല്ലെങ്കിൽ ശരിയായിരുന്നേനെ. സോ റീഹാബിലിറ്റേഷൻ ഈ സോഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിരുന്നു. അപ്പം ഇത് തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ദെൻ റീഹാബിലിറ്റേഷൻ ഈസ് ലോങ് ടേം, റീകൺസ്ട്രക്ഷൻ ഈസ് ഷോർട്ട് ടേം. റീകൺസ്ട്രക്ഷൻ നമുക്ക് ഷോർട്ട് ടേം ആയിട്ട് പറയാൻ പറ്റത്തില്ല, റീഹാബിലിറ്റേഷൻ ലോങ് ടേമിൽ പറയുന്നു എന്ന് പറയാം. പക്ഷേ റീഹാബിലിറ്റേഷൻ എന്താണ്, കുറച്ചുകൂടി വർക്കിംഗ് ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും ഷോർട്ട് ടേമിൽ അല്ലെങ്കിൽ ഒരുപാട് ലോങ് ടേമിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല.
കാരണം റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ പുനരധിവാസമാണ്. നഷ്ടപ്പെട്ടു പോയതൊക്കെ വളരെ ഇപ്പോൾ ലൈവ്ലിഹുഡ്, അതായത് ഇന്ന് അപ്പോൾ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമാണെന്നുണ്ടെങ്കിലും ഒക്കെ അത് കൊണ്ടുവരിക, ലൈവ്ലിഹുഡ് അവരുടെ ജീവിതമാർഗ്ഗം തിരിച്ചു കൊണ്ടുവരിക, അത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതേപോലെ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു നാടിൻ്റെ അസറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഷോർട്ട് ടേമിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമല്ല, ലോങ് ടേമിൽ നമുക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളും അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതും തെറ്റാണ്. ദെൻ റീഹാബിലിറ്റേഷൻ ഫോക്കസസ് ഓൺ റീസ്റ്റോറിങ് ലൈവ്ലിഹുഡ് ആൻഡ് ബേസിക് സർവീസസ്. റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലൈവ്ലിഹുഡ് തിരിച്ചു കൊണ്ടുവരിക, ബേസിക് ഫെസിലിറ്റീസ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക, അതൊക്കെ റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ അത് ശരിയാണെന്ന് പറയാം. ദെൻ റീകൺസ്ട്രക്ഷൻ ഫോക്കസ് ഓൺ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, പുനർനിർമ്മാണമാണ്. അപ്പോൾ അതും എന്താണ്? അതിൻ്റെ ഭാഗമാണ്. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, അവിടെ നിൽക്കട്ടെ. ദെൻ റീഹാബിലിറ്റേഷൻ ഫോക്കസസ് ഓൺ സൈക്കോളജിക്കൽ റിക്കവറി. സൈക്കോളജിക്കൽ റിക്കവറിയിലാണ് റീഹാബിലിറ്റേഷൻ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അല്ല. സൈക്കോളജിക്കൽ റിക്കവറിയിൽ മാത്രമല്ല, ഈ ലൈവ്ലിഹുഡും ബേസിക് സർവീസും എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. റീകൺസ്ട്രക്ഷൻ ഫോക്കസസ് ഓൺ ഫിസിക്കൽ റിക്കവറി എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. പക്ഷേ ഇവിടെ എന്താണ്? ഇതിൽ മാത്രമല്ല ഫോക്കസ് കൊടുക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്നത് പോലെ സ്റ്റേറ്റ്മെൻറ്റ് 3 ആണ് ഇവിടെ കൂടുതൽ ശരിയായിട്ട് വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ റീഹാബിലിറ്റേഷൻ്റെ അണ്ടറിൽ എന്താണ്? ഇവിടെ സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷനും വരുന്നതാണ്. അതുകൊണ്ടൊരു കൺഫ്യൂഷൻ വേണമെങ്കിൽ വരാം. അതുകൂടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നേനെ. പക്ഷേ കൂടുതൽ ശരിയെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോ സി ഈസ് ദ ആൻസർ. നെക്സ്റ്റ് 25. Dash describes and assesses the probability of occurrence of an extreme natural event at a specific place at a specific time and within a specific intensity and duration for a vulnerable population and their vulnerable basis for life. അതായത് താഴെ പറയുന്നവയിൽ ഏത് കാര്യമാണ് ഒരു എക്സ്ട്രീം ഇവൻറ്റ് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഒരു പെർട്ടിക്കുലർ സമയത്ത് ഒരു പെർട്ടിക്കുലർ ഇൻറ്റൻസിറ്റിയിൽ കുറച്ച് നേരത്തേക്കായിട്ട് ഒക്കർ ചെയ്യാനുള്ളതിൻ്റെ പ്രോബബിലിറ്റി എന്നത് സൂചിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതിനാണെന്നുള്ളതാണ്. ആൻഡ് ഫോർ എ വൾണറബിൾ പോപ്പുലേഷൻ ആൻഡ് ദെയർ വൾണറബിൾ ബേസിസ് ഫോർ ലൈഫ്, അതുകൂടി ചേർത്തിട്ടാണ് പറയുന്നത്. അപ്പം ഹസാർഡ് അനാലിസിസ് ആണോ ഈ പറയുന്നത്? ഹസാർഡ് മിറ്റിഗേഷൻ ആണോ? റിസ്ക് അനാലിസിസ് ആണോ? റിസ്ക് മിറ്റിഗേഷൻ ആണോ എന്നുള്ളതാണ്. ഹസാർഡ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഹസാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുക. എന്താണ് ഹസാർഡ്, എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, എത്രത്തോളം എഫക്റ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഹസാർഡ് മിറ്റിഗേഷൻ എന്താണ്? അതിനെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ് അതെന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ആൻ എക്സ്ട്രീം നാച്ചുറൽ ഇവൻറ്റും അത് ആ വൾണറബിൾ പോപ്പുലേഷനെ എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് എന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് അനാലിസിസ് ആണ്. അതായത് ഒരു സ്ഥലത്ത് എത്രത്തോളമാണ് അവിടെയുള്ള റിസ്ക് എന്നും അതുമായിട്ട് ആ സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ വൾണറബിലിറ്റി എത്ര ഉണ്ട് എന്നൊക്കെ ഉള്ളത്. റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ അത് കുറയ്ക്കേണ്ട മെഷേഴ്സാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് കുറയ്ക്കേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്താണ് പ്രോബബിലിറ്റി എന്നുള്ളത്, അത് വൾണറബിൾ പോപ്പുലേഷനെ എങ്ങനെയാണ് അത് ഇമ്പാക്റ്റ് ചെയ്യുന്നതും എന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് റിസ്ക് അനാലിസിസിൻ്റെ അണ്ടറിൽ പെടുന്ന കാര്യമാണ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. റിസ്ക് അനാലിസിസ് 25 റിസ്ക് അനാലിസിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26. ദ ഡാഷ് ഫണ്ട് ഷാൽ ബി യൂട്ടിലൈസ്ഡ് ഫോർ മീറ്റിംഗ് ദ എക്സ്പെൻഡിച്ചർ ടു മേക്ക് അവൈലബിൾ ഇൻസ്റ്റൻറ്റ് റിലീഫ് ടു സർവൈവേഴ്സ് ഓഫ് ദ നാച്ചുറൽ ഡിസാസ്റ്റർ. ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് ഇൻസ്റ്റൻറ്റ് റിലീഫിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ട് ഏതാണ് എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിപ്പോസിറ്ററി ഫണ്ട് ഉണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടുണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ടുണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആക്ടിലൂടെ ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിറ്റിഗേഷൻ റെസ്പോൺസ് ഫണ്ടുകൾ മാത്രമാണ് പഠിക്കാനുള്ളത്. അതിൽ തന്നെ എന്താണ് നാഷണൽ ലെവലുണ്ട്, സ്റ്റേറ്റ് ലെവലുണ്ട്, ഡിസ്ട്രിക്റ്റും ഉണ്ട്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടുണ്ട്, നാഷണൽ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ടുണ്ട്. അതേപോലെ സ്റ്റേറ്റിൻ്റെയും ഡിസ്ട്രിക്റ്റിൻ്റെയും കേസിലും റെസ്പോൺസ് ആൻഡ് മിറ്റിഗേഷൻ ഫണ്ട് വരുന്നുണ്ട്. അപ്പോൾ സെക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 46, 47, 48 ഈ സെക്ഷൻസിലാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും എല്ലാം 48ൻ്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യുന്നു സ്റ്റേറ്റ് ഫണ്ട് എന്നുള്ളതിൻ്റെ ടോപ്പിക്കിൽ. 46 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടാണ്. അപ്പം ഡിസാസ്റ്റർ ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻസ്റ്റൻറ്റ് റിലീഫിനും മറ്റുമുള്ളതെന്ന് പറയുന്നത് ഈ റെസ്പോൺസ് ഫണ്ടാണ്. 47 മിറ്റിഗേഷൻ, ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ടാണ് വരുന്നത്. സോ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നതാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ സെക്ഷൻസ് കൂടി ഒന്ന് നോക്കി വെക്കുക, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് സിലബസിലുള്ളതാണ്. നെക്സ്റ്റ്, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നുള്ളതാണ്. ന്യൂഡൽഹിയാണ്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും വരുന്നത് ന്യൂഡൽഹിയാണ് വരുന്നത്. സോ ദ ആൻസർ ഈസ് ബി, ന്യൂഡൽഹി. നെക്സ്റ്റ്, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഒക്കേർഡ് ഇൻ ദ ഇയർ. ഭോപ്പാൽ ഗ്യാസ് ലീക്കേജ് ഉണ്ടായത് ഏത് വർഷമാണെന്നുള്ളതാണ്.
1984 2 വർഷം കൂടെ കഴിഞ്ഞപ്പം ഇതേ തുടർന്ന് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരികയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അത് ആ രീതിയിലൊന്ന് ഓർത്ത് വെക്കുക. ഇതിൻ്റെ ഒരു ആഫ്റ്റർ മാത്ത് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. സോ 1984 ആണെന്ന് പറയുന്നത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഒക്കർ ചെയ്ത വർഷം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്രയോറിറ്റി ഓഫ് ദ സെൻഡായി ഫ്രെയിംവർക്ക്. സെൻഡായി ഫ്രെയിംവർക്കിൻ്റെ അണ്ടറിൽ പ്രയോറിറ്റി അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു സെൻഡായി ഫ്രെയിംവർക്കിൻ്റെ അണ്ടറിൽ പ്രയോറിറ്റി ഏതാണെന്നുള്ളത്. റിസ്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, റിസ്ക് ഗവേണൻസ് സ്ട്രെങ്തൻ ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ പ്രിപ്പയർനെസ് എഫക്റ്റീവ് ആക്ടിവിറ്റീസ് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഇവിടെ പറയുന്നവയിൽ അല്ലാത്തതെന്ന് നോക്കിയാൽ മതി. സോ അണ്ടർസ്റ്റാൻഡിങ് ദ ഡിസാസ്റ്റർ റിസ്ക് എന്ന് പറയുന്നത് ഒരു ടാർഗറ്റാണ്. സ്ട്രെങ്തനിങ് ഡിസാസ്റ്റർ റിസ്ക് ഗവേണൻസ് ഒരു ടാർഗറ്റാണ്. എൻഹാൻസിങ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ഫോർ എഫക്റ്റീവ് റെസ്പോൺസ് എന്ന് പറയുന്നത് പ്ലസ് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന് പറയുന്ന ഇൻ റിക്കവറി എന്ന് പറയുന്നതും ഒരു ടാർഗറ്റാണ്. പ്രൊമോട്ടിംഗ് ന്യൂക്ലിയർ പവർ ഫോർ ഡിസാസ്റ്റർ റെസിലിയൻസ് ഈസ് നോട്ട് എ ടാർഗറ്റ്. ദിസ് ഈസ് നോട്ട് എ ടാർഗറ്റ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. റോങ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ ഫോർ 29 ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, the Sendai framework for disaster risk reduction emphasizes a shift from response to relief, relief to reconstruction, response to risk reduction, development to growth. അതായത് ഈ സെൻഡായി ഫ്രെയിംവർക്കിൻ്റെ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനാണ് എംഫസൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ റെസ്പോൺസ് എന്ന് പറയുന്ന ആക്ടിവിറ്റിക്കാട്ടിലും ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, റെസ്പോൺസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആക്ടിവിറ്റീസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പറയുന്ന സെൻഡായി ഫ്രെയിംവർക്കിൻ്റെ എംഫസിസ് എന്ന് പറയുന്നത്. അല്ലാതെ റിലീഫിന് പകരം റെസ്പോൺസ് കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ പകരം റിലീഫിന് പകരം റീകൺസ്ട്രക്ഷൻ കൊണ്ടുവരുന്നതോ റെസ്പോൺസിന് പകരം റിലീഫ് ആക്ടിവിറ്റീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതോ അല്ല, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ടു ഗ്രോത്തോ അല്ല. പിന്നെ റെസ്പോൺസ് ടു റിസ്ക് റിഡക്ഷൻ ആണ്. റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് റെസ്പോൺസിനെക്കാട്ടിലും. സോ ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. സോ ഫോർ ക്വസ്റ്റ്യൻ 30 ദ ആൻസർ ഈസ് സി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഗ്ലോബൽ ടാർഗറ്റ്സ് ഓഫ് സെൻഡായി ഫ്രെയിംവർക്ക്. സെൻഡായി ഫ്രെയിംവർക്കിൻ്റെ അണ്ടറിൽ ഗ്ലോബൽ ടാർഗറ്റ് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ്. എന്താണെന്നൊക്കെ ഒന്ന് നോക്കിക്കേ. സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ് ഗ്ലോബൽ ഡിസാസ്റ്റർ മോർട്ടാലിറ്റി നമ്മൾ കണ്ടായിരുന്നു അല്ലേ. സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസിങ് കണ്ടൻറ്റിൻ്റെ അണ്ടറിൽ ഡിസാസ്റ്ററിനെ തുടർന്നുണ്ടാവുന്ന ഡെത്ത് റേറ്റുകൾ കുറയ്ക്കുക എന്നുള്ളത്. റെഡ്യൂസ് ദ നമ്പർ ഓഫ് അഫക്റ്റഡ് പീപ്പിൾ ഗ്ലോബലി സബ്സ്റ്റാൻഷ്യലി റിഡക്ഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. റെഡ്യൂസ് ഡിസാസ്റ്റർ ഡാമേജ് ടു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജസ് ഉണ്ടാകുന്നത് കുറയ്ക്കുക എന്നുള്ളത്. ഇൻക്രീസ് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ടു ഡെവലപ്പിംഗ് കൺട്രീസ് അതെന്ത് ചെയ്യുക, സബ്സ്റ്റാൻഷ്യലി ഇൻക്രീസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, നമ്മൾ കണ്ടതായിരുന്നു. സോ എല്ലാ ഓപ്ഷനും ഇവിടെ ശരിയാണ്. സോ ഓപ്ഷൻ സി 1, 2, 3 and 4 ഇസ് ദ കറക്റ്റ് ആൻസർ. സോ സെൻഡായി ഫ്രെയിംവർക്ക് ടാർഗറ്റിൻ്റെ അണ്ടറിൽ എന്തൊക്കെയാണ് സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ് ചെയ്യേണ്ടത്, സബ്സ്റ്റാൻഷ്യലി ഇൻക്രീസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ കണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32, ദ നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വാസ് അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ വിച്ച് ഇയർ, ഏത് ഇയറിലാണെന്നുള്ളതാണ്. സോ നാഷണൽ പോളിസി വരുന്നത് ഓരോന്നും നോക്കേണ്ടതായിട്ട് വരും. നാഷണൽ പോളിസി വരുന്നത് 2009 നാഷണൽ പോളിസി. ദെൻ കേരളത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കേരള സ്റ്റേറ്റ് പോളിസി വരുന്നതെന്ന് പറയുന്നത് 2010 ഇനി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പാസ് ചെയ്യുന്നതെന്ന് പറയുന്നത് 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്നത്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്. ദെൻ അതിൻ്റെ അമെൻമെൻറ്റ് കൊണ്ടുവരുന്നത് 2025 2025 അമെൻമെൻറ്റ് കൊണ്ടുവരുന്നു. പിന്നെ ഇനി എന്താ ഉള്ളത്, നാഷണൽ പ്ലാൻ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ കൊണ്ടുവരുന്നത്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ വരുന്നതെന്ന് പറയുന്നത് 2016 അപ്ഡേറ്റ് ചെയ്യുന്നതെന്നാണ് 2019 ദെൻ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ വരുന്നത് 2016 അപ്പോൾ ഈ ഇയേഴ്സൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. 2009-10 നാഷണൽ പോളിസിയും സ്റ്റേറ്റ് പോളിസിയും, 2016 നാഷണൽ പ്ലാനും സ്റ്റേറ്റ് പ്ലാനും വരുന്നുണ്ട്. നാഷണൽ പ്ലാൻ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നത് 2019. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വരുന്നത് 2005. അപ്പോൾ ഈ ഇയേഴ്സൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള നാഷണൽ പോളിസി എന്താണെന്നുള്ളതാണ് 2009. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, ദ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ ഓഫ് നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളതാണ്. നമ്മൾ ആ പോളിസി ഡോക്യുമെൻറ്റിലേക്ക് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് പ്രൊമോട്ട്സ് ഹോളിസ്റ്റിക് ഇൻ്റഗ്രേറ്റഡ് മൾട്ടി സെക്ടോറൽ ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച്, ഷിഫ്റ്റിംഗ് ദ ഫോക്കസ് ഫ്രം റിലീസ് റെസ്പോൺസ്
റിലീഫ് റെസ്പോൺസ് ആക്ടിവിറ്റി. ഡിസാസ്റ്റർ ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആക്ടിവിറ്റീസ് നടത്തുന്നതിനേക്കാളും എന്താണ് പ്രിവെൻഷൻ, മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്, കപ്പാസിറ്റി ബിൽഡിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക, എക്യുപ്ഡ് ആവുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അതിൻ്റെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അതായത് പോസ്റ്റ് ഡിസാസ്റ്ററിൽ നിന്നും എന്താണ് പ്രീ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് ഗൈഡിങ് പ്രിൻസിപ്പിൾ റെസ്പോൺസ് സെൻട്രിക് അപ്രോച്ച് ആണെന്നാണ് പറയുന്നത്, തെറ്റാണ്. റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നാണ് പറയുന്നത്, തെറ്റാണ്. മിലിറ്ററി, അടുത്ത സി വായിക്കാം, ഹോളിസ്റ്റിക് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മിലിറ്ററി ലെഡ് റെസ്പോൺസ്, തീർച്ചയായിട്ടും അല്ല. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട എന്താണ്, ഒരു പോളിസി ഷിഫ്റ്റ് തന്നെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് തന്നെ വരുന്നുണ്ട്. നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്, ഡിസാസ്റ്റർ ഉണ്ടായതിനു ശേഷം പ്രവർത്തിക്കുന്നതിന് അല്ല, ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുന്നേ എന്നുള്ളതാണ്. പ്രീ ഡിസാസ്റ്റർ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മളുടെ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. So here the option C, holistic and integrated disaster management is the correct answer. Next, under the disaster national policy of disaster management, the responsibility of disaster management primarily lies with ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റെസ്പോൺസിബിലിറ്റി ആരുടെ അണ്ടറിലാണ് എന്നതുള്ളതാണ്. അപ്പം യൂണിയൻ ഗവൺമെൻറ് ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ദെൻ ലോക്കൽ അതോറിറ്റീസ് ആയിരിക്കും അതിനകത്ത് എന്താണ് ഡയറക്റ്റ് റെസ്പോണ്ടേഴ്സായിട്ട് വരുന്നതും. അപ്പോൾ ഈ 3 ലെവലും ഇൻവോൾവ് ആയിട്ടല്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടത്താൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പിന്നെ ഓരോ ലെവൽ ഓഫ് ഡിസാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, L0, L1, L2, L3 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഓരോരോ ആളുകളുടെ അണ്ടറിലാണ് അതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. സോ ഓൾ ഓഫ് ദി അബോവ്, ഡി ഓൾ ഓഫ് ദി അബോവ് ഈസ് ദ കറക്റ്റ് ആൻസർ. അങ്ങനെ തന്നെയാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയിലും പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 35, ദ ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റം ഈസ് പ്രൈമർലി ഡിസൈൻ ടു. IRSനെ പറ്റിയിട്ട് കണ്ടായിരുന്നു. അപ്പോൾ IRS എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ റെസ്പോൺസുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ IRSനെ പറ്റിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെസ്പോൺസ് ആക്ടിവിറ്റീസ് വളരെ എഫക്റ്റീവായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ആ ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു ടൈമിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആ ഒരു ടീം, ആ ഒരു സെറ്റപ്പാണ് എന്തെന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻസ് പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ഫിനാൻഷ്യൽ റിലീഫ് ടു ഡിസാസ്റ്റർ വിക്ടിം. ഫിനാൻഷ്യൽ റിലീഫ് ഒന്നും കൊടുക്കുന്നത് ഇവരുടെ പണിയല്ല, അതായത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതായത് അതോറിറ്റി ആയിരിക്കും അത് ചെയ്യുന്നത്. അപ്പം ഈ ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡർഡൈസ്ഡ് ഓൺ സീൻ ഓൾ ഹസാർഡ് ഇൻസിഡൻറ്റ് മാനേജ്മെൻറ്റ് അപ്രോച്ച് അല്ലേ. ഏത് തരം ഹസാർഡ് ആണെങ്കിലും അവിടെ ഇറങ്ങി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്, അതിന് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് നാച്ചുറൽ മാൻമെയ്ഡ് ആയിക്കൊള്ളട്ടെ, ഇനി ഇവോൾവിംഗ് ടൈപ്പ് ഓഫ് ഏതെങ്കിലും ഡിസാസ്റ്റേഴ്സ് ഉണ്ടായാൽ അതിനടക്കം എന്താണ് കൃത്യമായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കും. അതേപോലെ എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. താഴോട്ട് കൂടി ഒന്ന് നോക്കാം. കണ്ടക്ട് പോസ്റ്റ് ഡിസാസ്റ്റർ റീകൺസ്ട്രക്ഷൻ റീഹാബിലിറ്റേഷൻ അല്ല. ദെൻ ആക്ട് ആസ് എ ലോങ് ടേം ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫ്രെയിംവർക്ക് അതുമല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് IRSൻ്റെത്. നെക്സ്റ്റ്, ഇൻ IRS ദ ലോജിസ്റ്റിക്സ് സെക്ഷൻ ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ. അപ്പം നമുക്ക് ഈ IRSൻ്റെ അണ്ടറിൽ ലോജിസ്റ്റിക് സെക്ഷൻ, ഓപ്പറേഷൻ സെക്ഷൻ, പ്ലാനിങ് സെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഒരു ഏരിയ വരുന്നുണ്ട്, ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും റെസ്പോൺസിബിലിറ്റി അനുസരിച്ചിട്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതിനകത്ത് ലോജിസ്റ്റിക് സെക്ഷൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ളതാണ്. സോ റിസർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സെക്ഷൻസിൻ്റെ അണ്ടറിൽ പെടുന്നതാണ്. ദെൻ പ്രൊവൈഡിങ് ഫെസിലിറ്റീസ്, സർവീസസ് ആൻഡ് മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ റെസ്പോൺസ് ആക്ടിവിറ്റിക്ക് വേണ്ട എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടോ, എന്തൊക്കെ സർവീസസ് ഉണ്ടോ, മെറ്റീരിയൽസ് എന്താണോ അതൊക്കെ എന്ന് പറയുന്നത് എന്താണ് ലോജിസ്റ്റിക്സ് ആണല്ലേ. അത് കേൾക്കുമ്പോഴേ അറിയാമല്ലോ, ലോജിസ്റ്റിക് സെക്ഷൻ്റെ അണ്ടറിലാണ് വരുന്നത്. ദെൻ പ്രിപ്പയറിംഗ് ഇൻസിഡൻറ്റ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് പ്ലാനിംഗ് സെക്ഷൻ്റെ ഭാഗമാണ്. മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ റെക്കോർഡ് എന്ന് പറയുന്നത് സംടൈംസ് എന്താണ് ഈ ലോജിസ്റ്റിക് സെക്ഷനോട് ചേർത്ത് പറയാറുണ്ട്, പക്ഷേ എന്താണ് അതിനൊരു സെപ്പറേറ്റ് ആയിട്ട് അതിനും വേണ്ട ഒരു ക്ലാസിഫിക്കേഷൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും എന്നുള്ളതാണ്. സോ ലോജിസ്റ്റിക്സ് സെക്ഷൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രൊവൈഡിങ് ഫെസിലിറ്റീസ്, സർവീസസ് ആൻഡ് മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ റെസ്പോൺസ് എന്നുള്ളതാണ് ലോജിസ്റ്റിക്സ് സെക്ഷൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ 36 ദ ആൻസർ ഈസ് ബി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ദ നാഷണൽ അതോറിറ്റി ഷാൽ റിവ്യൂ ദ നാഷണൽ പ്ലാൻ എവറി ഇയർ ആൻഡ് അപ്ഡേറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി 3 years. നാഷണൽ പ്ലാൻ അതിനെ പറ്റിയിട്ടാണ് എല്ലാ വർഷവും എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം. അതേപോലെ തന്നെ എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് 3 വർഷത്തിലൊരിക്കലാണ്. സ്റ്റേറ്റ് അതോറിറ്റി ഷാൾ റിവ്യൂ ദ സ്റ്റേറ്റ് പ്ലാൻ റിവ്യൂ ചെയ്യേണ്ടത് വൺസ് ഇൻ എവറി 3 years, ഓരോ 3 വർഷം കൂടുമ്പോൾ റിവ്യൂ ചെയ്യണം. അപ്പോൾ മറ്റേത് എല്ലാ വർഷവും, ഇവിടെ 3 വർഷത്തിലൊരിക്കൽ. ആൻഡ് അപ്ഡേറ്റ് വൺസ് ഇൻ എവറി 5 years, 5 yearsലൊരിക്കൽ അപ്ഡേറ്റ് ചെയ്യണം. ഡിസ്ട്രിക്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ആക്ച്വലി ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിൽ കൊണ്ടുവന്നിട്ടുള്ള ആക്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ള അപ്ഡേഷൻസ്, അമെൻമെൻറ്റിലൂടെ കൊണ്ടുവന്നിട്ടുള്ള അപ്ഡേഷൻസുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ സെക്ഷൻസ് ഏതാണെന്നൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. സെക്ഷൻ 11 ആണ് നാഷണൽ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത്. സെക്ഷൻ 23 ആണ് സ്റ്റേറ്റ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ആൻഡ് സെക്ഷൻ
31 ആണ് ഡിസ്ട്രിക്റ്റ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ കൃത്യമായിട്ട് പ്ലാനിൻ്റെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നിടത്ത് പറയുന്നുണ്ട് നാഷണൽ പ്ലാനും സ്റ്റേറ്റ് പ്ലാനും രണ്ടും എന്താണ് 3 വർഷത്തിലൊരിക്കൽ റിവ്യൂ ചെയ്യുകയും 5 വർഷത്തിലൊരിക്കൽ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ഇല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നാഷണൽ പ്ലാനും ബാധകമാണ്, സ്റ്റേറ്റ് പ്ലാനിന് മാത്രമല്ല നാഷണൽ പ്ലാനും ബാധകമാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്തായാലും തെറ്റി എന്നുള്ള കാര്യം അറിയാം, സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണെന്നുള്ള കാര്യം. ഇനി ഡിസ്ട്രിക്ട് പ്ലാൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ആനുവലി എന്നുള്ളത് മാറ്റിയിട്ട് 2 വർഷത്തിലൊരിക്കൽ എന്നുള്ളൊരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതും ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ്. സോ ഇതെന്താണ്, ആനുവലി എന്നുള്ളത് പ്രീവിയസ് ആയിരുന്നു, ഇപ്പോഴെന്താണ് 2 വർഷത്തിലൊരിക്കലാണ്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ റോങ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ആ സെക്ഷൻസ് ഒന്ന് നോക്കി വെച്ചിരിക്കുക, ചേഞ്ചസ് എന്തൊക്കെയാണ് വരുത്തിയിട്ടുള്ളതെന്ന് നോക്കി വെച്ചിരിക്കുക. Question 38. Which of the following activities would most appropriately fall under response phase of disaster management cycle? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളിൽ റെസ്പോൺസ് ഫേസിൽ വരുന്നത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ ഏതൊക്കെയായിരുന്നു? മിറ്റിഗേഷൻ ഉണ്ടായിരുന്നു, ദെൻ എന്താണുള്ളത്, റെസ്പോൺസ് ആക്ടിവിറ്റി വരുന്നുണ്ട്, റിക്കവറി വരുന്നുണ്ട്, ഇൻ ബിറ്റ്വീൻ പ്രിപ്പയർനെസ് വരുന്നുണ്ട്. മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ് വരുന്നുണ്ട്, റെസ്പോൺസ് വരുന്നുണ്ട്, റിക്കവറി വരുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ എന്താണ്, ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് എന്താണ് പ്രിപ്പയർനെസ് ആക്ടിവിറ്റീസ് കൂടിയിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതായത് ഇൻ കേസ് ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കണം, അങ്ങനെ തുടങ്ങിയിട്ട് തയ്യാറെടുപ്പാണ് പ്രിപ്പയർനെസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഫേസാണ് എന്തെന്ന് പറയുന്നത്, റെസ്പോൺസ് എന്ന് പറയുന്നത്. അതായത് ഡിസാസ്റ്റർ ഉണ്ടായി ഇമ്മീഡിയറ്റ് മൊമെൻറ്റ് തൊട്ട് അങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ദെൻ അതിന് ശേഷം എന്താണ്, ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഇഫക്റ്റിൽ നിന്ന് തിരിച്ച് കയറി വരിക എന്നുള്ള റിക്കവറി സ്റ്റേജ്. ഇത്രയുമാണ് 4 സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഏതാണ്, റെസ്പോൺസ് ഫേസിലുള്ള ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളതാണ്. നിങ്ങൾക്ക് എക്സാമിന് എന്താണ് മിറ്റിഗേഷൻ്റെയും റെസ്പോൺസും പ്രിപ്പയർനെസ്സും റിക്കവറിയുടെയും ഒക്കെ ഭാഗമായിട്ട് എന്താണെന്നുള്ളത് ചോദിക്കും. കാരണം അത് സിലബസിൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് പറയുന്നുണ്ട്. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷേ അതോരൊന്ന് നോക്കി വെച്ചിരിക്കുക. സോ റെസ്പോൺസ് ഫേസിൽ റെട്രോഫിറ്റിംഗ് ഓഫ് ബിൽഡിംഗ് ഇൻ സീസ്മിക് സോൺ. സീസ്മിക് സോണിലെ ബിൽഡിങ്ങുകൾ റെട്രോഫിറ്റ് ചെയ്യുക എന്നുള്ളത്, അതായത് അതിൻ്റെ ഡിസൈനിലും മറ്റുമൊക്കെ കാര്യമായിട്ടുള്ള ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് വരുത്തി, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സീസ്മിക് സോണിലുള്ള ബിൽഡിങ്ങുകൾ റെട്രോഫിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഇതൊരു മിറ്റിഗേഷൻ സംഗതിയാണ്, സ്ട്രക്ചറൽ മിറ്റിഗേഷനാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റുന്ന കാര്യമാണ്. ദെൻ സ്റ്റോക്ക് പൈലിംഗ് റിലീഫ് മെറ്റീരിയൽ ഇൻ അഡ്വാൻസ്. റിലീഫ് മെറ്റീരിയലെല്ലാം എന്താണ്, നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രിപ്പയർനെസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതെല്ലാം എന്ന് പറയുന്നത്. ദെൻ ഇവാക്വേഷൻ ഓഫ് പീപ്പിൾ ഡ്യൂറിങ് എ ഫ്ലഡ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പം ആളുകളെ അവിടെ നിന്ന് ഇവാക്വേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും റെസ്പോൺസ്, ഫ്ലഡ് ഉണ്ടായി അതിൻ്റെ റെസ്പോൺസ്, ഫസ്റ്റ് റെസ്പോൺസ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്ന് പറയുന്നത്. ദെൻ കണ്ടക്ടിങ് മോക്ക് ഡ്രിൽസ് ഇൻ സ്കൂളുകളിൽ മോക്ക് ഡ്രിൽ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മൾ എന്താണ് ഡിസാസ്റ്ററിന് മുമ്പേ തന്നെ പ്രിപ്പയർനെസ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വെക്കുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, മോക്ക് ഡ്രില്ലും എക്സസൈസസും ഒക്കെ കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ്, ഓപ്ഷൻ സി ആണ് എന്തെന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ഇവാക്വേഷൻ ഓഫ് പീപ്പിൾ ഡ്യൂറിങ് ഫ്ലഡ് സിറ്റുവേഷൻ. Next, in the Indian context, which of the following documents or institutions emphasizes mitigation as a key priority? So, മിറ്റിഗേഷൻ ഒരു കീ പ്രയോറിറ്റി ആയിട്ട് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെയാണ് എന്നുള്ളതാണ്. സോ ഇവിടെ നിങ്ങൾക്കൊരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഇതിനകത്ത് പറയുന്നതെല്ലാം ഇന്ത്യയിൽ പറയുന്ന കാര്യങ്ങളാണോ എന്ന് നോക്കേണ്ടതായിട്ട് വരും. സോ നാഷണൽ പോളിസി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് 2009 അതിനെ പറ്റിയിട്ട് വല്ലതും പറയുന്നുണ്ടോ എന്നുള്ളതാണ്. അത് പറയുന്നുണ്ട്. മിറ്റിഗേഷൻ എല്ലാ സൈക്കിളുകളെ പറ്റിയിട്ടും മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ മിറ്റിഗേഷൻ ഒരു കീ പ്രയോറിറ്റി ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ സെൻഡായി ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. നമ്മളെന്താണ് ഈ ഫ്രെയിംവർക്കിനെ അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. സോ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഡോക്യുമെൻറ്റ്സും എന്താണ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ സെൻഡായി ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ്റെ അണ്ടറിൽ എന്താണ് റിസ്ക് റിഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ റിസ്ക് നമ്മൾ കണ്ടതല്ലേ, അണ്ടർസ്റ്റാൻഡിങ് ദ റിസ്ക് ഉണ്ട്. അതേപോലെ എന്താണ് അത് റിസ്ക് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് മിറ്റിഗേഷണൽ ഫേസിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ നാഷണൽ ബിൽഡിംഗ് കോഡ് ഓൺ ഇന്ത്യ. നാഷണൽ ബിൽഡിംഗ് കോഡിനകത്ത് എങ്ങനെ ആയിരിക്കണം ബിൽഡിംഗ് ആക്ടിവിറ്റീസൊക്കെ ഈ ഡിസാസ്റ്റർ റെസിലിയൻ്റ് ആയിട്ട് നിർമ്മിക്കേണ്ടത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതും എന്താണ് മിറ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ദെൻ 15th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ്റെ അണ്ടറിൽ മിറ്റിഗേഷൻ ഫണ്ടും മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടുമൊക്കെയുള്ള റെക്കമെൻഡേഷൻസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം തന്നെ എന്താണ് നമുക്ക് മിറ്റിഗേഷൻ കീ പ്രയോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇവയെല്ലാം തന്നെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡോക്യുമെൻറ്റ്സും എല്ലാം നമ്മൾ
പാലിക്കപ്പെടുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഓൾ ഓഫ് ദി എബവ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ 1, 2, 3 and 4 ഓൾ ഓഫ് ദി എബവ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, the National Disaster Response Force is a multidisciplinary force under the Central Armed Police Forces. Central Armed Police Forceൻ്റെ അണ്ടറിൽ വരുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫോഴ്സാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ശരിയാണോ? ശരിയാണോ? സെക്ഷൻ 44 പ്രകാരം നിലവിൽ വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്തെന്ന് പറയുന്നത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതൊരു ഡെഡിക്കേറ്റഡ് ഫോഴ്സാണ്, വെൽ ട്രെയിൻഡ് ഡെഡിക്കേറ്റഡ് ഓൾ എക്യുപ്ഡ് ഫോഴ്സാണ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. അതൊരിക്കലും ആംഡ് പോലീസ് ഫോഴ്സിൻ്റെ അണ്ടറിലല്ല വരുന്നത്. റാദർ എന്താണ് ഈ ആംഡ് പോലീസ് ഫോഴ്സിലെ ഇപ്പോൾ സെൻട്രൽ റിസർവ് പോലീസ് ബറ്റാലിയൻ, സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സ്, അതേപോലെ തന്നെ സശസ്ത്ര സീമാ ബൽ, SSB അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ തരം സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൻ്റെ അണ്ടറിൽ നിന്നും അല്ലെങ്കിൽ NSG ഒഴികെയുള്ള ബാക്കിയെല്ലാം വരുന്നുണ്ട്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൽ നിന്ന് എടുക്കുന്നില്ല. ബാക്കി എല്ലാ ആംഡ് പോലീസ് ഫോഴ്സിൻ്റെ അണ്ടറിൽ നിന്നും ഡെപ്യൂട്ടേഷനിലാണ് ഇതിലേക്ക് എന്ത് ചെയ്യുന്നത് ആളുകൾ വരുന്നത് എന്നുള്ളതാണ്. അല്ലാതെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നൊരു കാര്യമല്ല. ഇതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് പേഴ്സണലിനെ കളക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആൻഡ് സെക്ഷൻ 44 അതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് റോങ് ആണ്. സെക്കൻഡ് വൺ, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈസ് എ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇപ്പോൾ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു. പക്ഷേ പുതിയ അമെൻമെൻറ്റ് പ്രകാരം 44A എന്ന് പറയുന്നൊരു സെക്ഷൻ ആഡ് ചെയ്യുകയും അതിനകത്ത് എന്താണ് ഈ പറയുന്ന സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് നൗ എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ദെൻ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഹാസ് ഡിക്ലെയർഡ് 2025 as ഇയർ ഓഫ് ട്രെയിനിങ്. ശരിയാണ്, 2025 നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഇയർ ഓഫ് ട്രെയിനിങ് എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യുകയുണ്ടായി. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബാക്കി രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും തെറ്റാണ്. സോ ഓപ്ഷൻ D3 ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏരിയയിൽ നിന്ന് ഡിസ്കസ് ചെയ്തത്. സിലബസിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ പിക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം മാക്സിമം ചോദ്യങ്ങൾ ചെയ്ത് ശീലിക്കുക. അതേപോലെ തന്നെ എന്താണ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നവർ അത് അറ്റൻഡ് ചെയ്യുക. സിലബസിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്.